ഹലോ കൂട്ടുകാരെ, നമുക്കപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കിയാലോ. 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ ഈസ് ആൻ ആൽക്കെയിൻ വിത്ത് ബ്രാഞ്ചസ്. 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ ആണ്, ബ്രാഞ്ചുകളുള്ള. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ഇറ്റ്? എത്ര കാർബൺ ആറ്റം അതിലുണ്ട്? അപ്പോൾ ഇവിടെ നോക്കുക, 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ ആണ്. അപ്പോൾ CH3 single bond, CH2 CH3 single bond, CH2 CH3. ഇതാണ് 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7 കാർബൺ ആറ്റം ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ഇറ്റ്സ് ഐസോമർ ഹാവിങ് നോ ബ്രാഞ്ചസ്. ഇതിൻ്റെ ഐസോമർ എഴുതാനാണ് 7 കാർബൺ ആറ്റം വരുന്ന ഐസോമർ, ബ്രാഞ്ചുകളൊന്നും ഇല്ലാതെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 single bond, CH2 single bond, CH2 single bond, CH3 എന്ന് വരും. 7 കാർബൺ ആറ്റം വരുന്ന ഹെപ്റ്റെയിൻ ആണ് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ഐസോമർ. 7 കാർബൺ ആറ്റം വരുന്ന ഐസോമർ വരയ്ക്കാനാണ്. അപ്പോൾ ബ്രാഞ്ചുകൾ ഇല്ലാതെ എങ്ങനെയാണ്? ആൽക്കെയിൻ തന്നെ വരച്ച് വെക്കുക. അപ്പോൾ എന്താണ്? C7H16 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ റൈറ്റ് എനി പോസിബിൾ 2 അതർ ഐസോമേഴ്സ് ഓഫ് ഫോർ ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന് പോസിബിൾ ആയിട്ടുള്ള വേറെ അതർ ഐസോമേഴ്സ് 2 എണ്ണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ CH കൊടുത്ത് നമുക്ക് ഇങ്ങനൊരു ഐസോമർ വരയ്ക്കാം, ബ്രാഞ്ചുകളുള്ള, അല്ലേ? സ്ട്രെയിറ്റ് ചെയിൻ ഇത് മാത്രമേ വരത്തുള്ളൂ. അല്ല, ബ്രാഞ്ചുകൾ വരുന്ന സെക്കൻഡ് പൊസിഷനിൽ CH3 കൊടുത്ത്, തേർഡ് പൊസിഷനിലും CH3 കൊടുത്ത് ഒരു ഐസോമർ വരയ്ക്കാം. 2,3 ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് വരും. ഡൈമീഥൈൽ പെൻറ്റേൻ. അപ്പോൾ ഇതൊരു ഐസോമറായി. അതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ചുകളുടെ പൊസിഷൻ മാറ്റി വരുന്ന വേറൊരു ഐസോമറും കൂടെ നമുക്ക് വരയ്ക്കാം. ഇതിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ 2 എണ്ണം ഇട്ട് കൊടുത്ത് CH3 എപ്പോഴും നോക്കിക്കൊള്ളൂ, കാർബൺ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പേരെങ്ങനെ വരും? 2,2 ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് വരും. അങ്ങനെ 2 ഐസോമർ നമ്മളിവിടെ വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലായോ? ആദ്യം എത്ര കാർബണാറ്റം ഉണ്ടെന്ന് എഴുതാനായിരുന്നു. ബ്രാഞ്ചുകളിലുള്ള കാർബണാറ്റങ്ങളും എണ്ണി വേണം കാർബണാറ്റങ്ങളുടെ എണ്ണം എഴുതാൻ. അതുപോലെ തന്നെ ബ്രാഞ്ചുകളൊന്നും ഇല്ലാതെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആൽക്കെയിൻ്റെ സ്ട്രക്ചർ സ്ട്രെയിറ്റ് ചെയിൻ വരച്ച് എഴുതുക. മൊത്തം 7 കാർബണാറ്റം വരുന്ന ആൽക്കെയിൻ സ്ട്രക്ചർ വരയ്ക്കുക. പിന്നീട് ഈ കോമ്പൗണ്ടിൻ്റെ തന്നെ 2 വേറെ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ, ബ്രാഞ്ചിൻ്റെ പൊസിഷൻ മാറ്റി, മീഥൈലിൻ്റെ പൊസിഷൻ മാറ്റി കൊടുത്ത് 2 ഐസോമേഴ്സ് വരയ്ക്കുക. ആദ്യം വരച്ചത് 2,3 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തായിരുന്നു. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ തന്നെ CH3 ഗ്രൂപ്പ് കൊടുത്ത് രണ്ടാമതും ഒരു ഐസോമർ വരച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.